മദപ്പാടിന്റെ ആലസ്യത്തിൽ നിന്നും ആനയെ അഴിച്ച് ചട്ടമാക്കാൻ നോക്കിയ പാപ്പാനെ ആന ആക്രമിച്ചു കൊലപ്പെടുത്തിയ സംഭവം നടക്കുന്നത് 2019 തിരുനക്കര ക്ഷേത്രത്തിലെ കൊമ്പൻ ശിവനാണ് പാപ്പാനെ അന്ന് ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. കോട്ടയം കുമരകം റൂട്ടിൽ ചെങ്ങളത്ത് വച്ചാണ് ശിവൻ പാപ്പാനായ വിക്രമിനെ ആക്രമിച്ചത്. നേരത്തെയുണ്ടായിരുന്ന പാപ്പാനെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് പാപ്പാനായി എത്തിയതായിരുന്നു വിക്രം. മദപ്പാടിലായിരുന്ന ആനയെ ചട്ടമല്ലാത്ത പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്നാണ് ശിവൻ ഇടഞ്ഞോടാൻ കാരണമായതെന്ന് അന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ചികിത്സയിലായിരുന്ന ആനയെ പുതിയതായി വന്ന പാപ്പാന്മാർക്കൊപ്പം അയച്ച ക്ഷേത്രഭാരവാഹികളുടെ നടപടിയിലും അന്ന് ദുരൂഹതയുണ്ടായിരുന്നു. നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചാണ് ആനയെ ഉത്സവ പരിപാടിക്ക് കൊണ്ടുപോയതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ അന്ന് തെളിഞ്ഞിരുന്നു. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ അൽപ്പശോത്സവത്തിന് പോയി മടങ്ങും വഴിയാണ് ശിവൻ ഇടഞ്ഞോടിയത്. ഒന്നാം പാപ്പാൻ വിക്രം ആനപ്പുറത്തും മറ്റു പാപ്പാന്മാർ ആനയോടൊപ്പം നടന്നാണെത്തിയത്. ഇടഞ്ഞോടി വരുന്ന ശിവനെ കണ്ട് യാത്രക്കാരുമായി വന്ന സ്വകാര്യ ബസ് നിർത്തിയിട്ടു. പാഞ്ഞെത്തിയ ആന കൊമ്പുകൊണ്ട് ബസിന്റെ മുൻവശം കുത്തിയുയർത്തി നിലത്തിട്ടു. ഇതോടെ ചില യാത്രക്കാർ പരിഭ്രാന്തരായി ഇറങ്ങിയോടി. മറ്റു ചിലർ ശ്വാസമടക്കി പിടിച്ച് ബസ്സിൽ തന്നെ ഇരുന്നു. ഇതിനുശേഷം വീണ്ടും ഇടഞ്ഞോടിയ ആനയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പാപ്പാൻ വിക്രം ചങ്ങലയിൽ തൂങ്ങി ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് ആന പാപ്പാനെ സമീപത്തെ വൈദ്യുത പോസ്റ്റിനോട് ചേർത്ത് നിർത്തി ഞെരുക്കിയത്. ഗുരുതരമായി പരിക്കേറ്റ പാപ്പാനെ അന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. 10 വർഷത്തിലേറെയായി ശിവനെ നിയന്ത്രിച്ചിരുന്നത് ചിറക്കടവ് സ്വദേശിയായ പാപ്പാൻ മനോജ് ആയിരുന്നു. മനോജിനെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്നാണ് വിക്രം ചാർജ് എടുത്തത്. ചട്ടമാകാത്ത പാപ്പാന്മാർ ആനയെ ആറാട്ടിന് കൊണ്ടുപോയി മടങ്ങും വഴി ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് ശിവനിടഞ്ഞ് വിക്രമിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇടഞ്ഞോടിയ ശിവനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ മുൻ പാപ്പാനായ മനോജിനെ വിളിക്കാൻ പോലീസ് ദേവസ്വം അധികൃതരോട് ആവശ്യപ്പെട്ടു. മനോജ് വന്നതോടെ ആന ശാന്തനാവുകയും ആനയ്ക്ക് കൂച്ചുവിലങ്ങിട്ട് തളയ്ക്കുകയും ചെയ്തു.